സുധീറേട്ടനെ ഞാൻ ഫേസ്ബുക്കിലൂടെ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നല്ലാതെ അല്ല നേരിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞ ഒരു അതിശയമായിരുന്നു എല്ലാവരും. ദേവൻ ചേട്ടൻ്റെ അടുത്ത് ഓൾറെഡി ഞങ്ങൾ 3 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ വളരെ 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 ഒരു സന്തോഷമുണ്ട്. ഫാൻസാ എന്ത് ചെയ്യാനാന്നൊക്കെ. അല്ല ഇവരൊക്കെ നമ്മുടെ ടിവിയിലും സുധീരേട്ടനെ സംബന്ധിച്ചിടത്തോളം ടിവിയിലായാലും മിനി സ്ക്രീൻ അല്ല ബിഗ് സ്ക്രീനിലായാലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്നവരാണ്. അതെ അതെ അതെ. അപ്പം ഡ്രാക്കുള അങ്ങനെയുള്ളതല്ല, അതിലും മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോ നമുക്ക് കാണാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ. ഒരു സമയത്ത് സോക്കോൾഡ് വില്ലനായിരുന്നു. അതെ 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 വില്ലനായിരുന്നു. സുന്ദരനായ വില്ലൻ. പറഞ്ഞോളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതെ, മലയാള സിനിമയിൽ കുറച്ച് സുന്ദരന്മാരുടെ ഉള്ളൂ വില്ലന്മാരായിട്ട് സുന്ദരന്മാർ. സുധീറേട്ടൻ അങ്ങനെ കുറച്ച് പേര് ഒക്കെ വില്ലന്മാരായിട്ട് തിളങ്ങുന്ന ആൾക്ക്. ഇപ്പൊ പക്ഷെ അവര് നല്ല ക്യാരക്ടർ റോളിലേക്ക് വരുമ്പോ